അങ്കമാലി അർബൻ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നിക്ഷേപകർ. തട്ടിപ്പിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതാവ് പി.ടി. പോളിന്റെ വീടിന് മുന്നിൽ നിക്ഷേപകർ ഉപരോധം നടത്തി. കോൺഗ്രസ് നേതൃത്വത്തിലാണ് സഹകരണ ബാങ്കിലെ തട്ടിപ്പ് നടന്നതെന്ന് നിക്ഷേപകർ ആരോപിച്ചു. വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ അങ്കമാലി മണ്ഡലത്തിൽ നിന്ന് UDF തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് നിക്ഷേപകർ വ്യക്തമാക്കി. കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന അങ്കമാലി അർബൻ സഹകരണ ബാങ്കിലെ നിക്ഷേപക തട്ടിപ്പിലാണ് കടുത്ത പ്രതിഷേധവുമായി നിക്ഷേപകർ രംഗത്തെത്തിയത്. അന്തരിച്ച കോൺഗ്രസ് നേതാവും ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന പി.ടി. പോളിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്ന് നിക്ഷേപകർ ആരോപിച്ചു. പി.ടി. പോളും കുടുംബാംഗങ്ങളും ബിനാമി അക്കൗണ്ടുകൾ വഴി പണം തട്ടിയെന്നും നിക്ഷേപകർ പറഞ്ഞു. പരേതനായ പ്രസിഡന്റ് പി.ടി. പോളും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരും അവിടുത്തെ തൊഴിലാളികളും കൂടി ചേർന്ന് നടന്ന കൂട്ടായ ഒരു കൊള്ള, അതാണ് അങ്കമാലി സഹകരണ സംഘത്തിൽ നടന്നിട്ടുള്ളത്. ഈ പ്രദേശത്ത് നടന്ന ഏറ്റവും വലിയൊരു ബാങ്ക് കൊള്ളയായി ഇപ്പോഴും അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി, ഞങ്ങളുടെ പൈസയുടെ 70% കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. വ്യാജമായ രേഖകൾ ഉണ്ടാക്കി കള്ളപ്പേരിൽ പ്രസിഡന്റും സഹകരണ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും അവിടുത്തെ ഉദ്യോഗസ്ഥരും കൂടി കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ പൈസ. കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അങ്കമാലിയിലെ MLA-യും MP-യും കോൺഗ്രസ് നേതാക്കളാണ്. വലിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടും ഇവരാരും ഇടപെട്ടില്ലെന്നും നിക്ഷേപകർ പരാതി ഉന്നയിച്ചു. ഇവിടെ കോൺഗ്രസിന്റെ MLA MP ഒക്കെ മൗനം, ഒരു അർത്ഥശൂന്യമായ ഒരു മൗനം അവലംബിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും വിളിക്കുവരെയൊക്കെ. ഞങ്ങൾക്ക് പ്രകടന പത്രികയുടെ അതും വാഗ്ദാനങ്ങളല്ല വേണ്ട, കാര്യം നടക്കാനുള്ള കാര്യം, ഞങ്ങളുടെ പൈസ എങ്ങനെ തിരിച്ചു വിടും, അവസാനത്തെ ആളുടെ പൈസ വരെ കിട്ടുന്ന കാര്യങ്ങൾ ഇടപെടാൻ ശരിക്കും ശക്തമായ ഇടപെടൽ അവിടെ ഭാഗത്തുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടി അങ്കമാലി നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവും. പണം തിരികെ ആവശ്യപ്പെട്ട് നിക്ഷേപകർ സമരം ആരംഭിച്ചിരിക്കുകയാണ്. സമരപരിപാടികളുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് പി.ടി. പോളിന്റെ വീടിന് മുന്നിൽ നിക്ഷേപകർ ഉപരോധം നടത്തി. വരും ദിവസങ്ങളിൽ ബാങ്കിലെ മറ്റ് ജനറൽ ബോഡി അംഗങ്ങളുടെ വീട്ടുപടിക്കലും ഉപരോധം നടത്തുമെന്നും സമരസമിതി അറിയിച്ചു. ജനം, കൊച്ചി.